ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലെ തെങ്ങൊക്കെ കയറിയപ്പോൾ നാളികേരവും പട്ടയും കൊതമ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളികേരം കുറച്ചുള്ളൂ, തെങ്ങുകളിലൊക്കെ പലതും കേടായ കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചത്ര ഇല്ല നാളികേരം. ഇപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് തെങ്ങന്നെ കയറുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വേനൽക്കാലം ആയ കാരണം കൊണ്ട് തന്നെ മഴക്കാലം ആകുമ്പോഴേക്കും ഈ ഓലക്കൊടികളൊക്കെ വെട്ടി ഒതുക്കി കൊതമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോന് സമ്മർ ക്യാമ്പ് ആയ കാരണം കൊണ്ട് എനിക്ക് അവനെ വിടേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. രാവിലെ കൊണ്ടുവരലും കൊണ്ടാക്കലൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കത് ചെയ്യേണ്ട വന്നില്ല. ഇന്ന് മോന് വയ്യാത്ത കാരണം കൊണ്ട് അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂത്ത മോനാണെന്ന് അമ്മ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരായിരുന്നു കേട്ടോ. ഓല വലിച്ച് കയറ്റാനും കാര്യങ്ങൾക്കൊക്കെ അവരെൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാറുണ്ട്. ഇന്നങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ മഴയാണെന്ന് ചെയ്യുന്ന ആ സമയത്താ വീഴാന്ന് വെച്ചിട്ടാണ് നിൽക്കണേ. നല്ല ചൂടാണ്. ചൂട് എപ്പോഴാണ് മഴയായി മാറാമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വേഗം തന്നെ കുറേ ഉണ്ട് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ. മുഴുവനൊന്നും എന്നെക്കൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നൊരു ദിവസവും പിന്നെ 2-3 ദിവസമായിട്ടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം ഓലക്കൊടി മുപ്പാടെ വെട്ടി വെച്ച് തിരിക്കുന്നുണ്ടായിരുന്നു. അതും പിന്നെ ഇന്നും കുറച്ചധികം പട്ട ഞാൻ വെട്ടി അതൊക്കെ കെട്ടാക്കണത് ഉണ്ട് കേട്ടോ. അപ്പോൾ കെട്ടാക്കാനായിട്ട് ഭയങ്കര അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആൻറ്റി. അപ്പോൾ ആൻറ്റിയോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കൊരു കുഞ്ഞുമോളുണ്ട്. അപ്പോൾ അവളെന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും ഒരുവിധം ആവും ഇവിടുത്തെ വർക്കെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഓലക്കൊടിയൊക്കെ കെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോ പട്ടയും ഒക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു അസ്തമയത്തിൻ്റെ ടൈമായിട്ടാണ്. വെയിൽ ഏകദേശമൊക്കെ ഒന്ന് നിലച്ച പോലെ ആയിട്ടാണ്. അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് എന്നാലും പുഴുക്കും ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഓലയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വാഴയുടെ പോളയുടെ അവിടുന്ന് ഇതിനെ എന്താ പറയാന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. ഈ വാഴയുടെ ഇതെടുത്ത് ഇട്ട് ഓലക്കൊടി വലിച്ച് കെട്ടാറ പതിവ് കേട്ടോ. അതിപ്പോൾ ഞാനും ചെയ്യണു കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. വാഴയുടെ പോളമെന്ന് ഇങ്ങനെ എടുക്കണു, ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓലയൊക്കെ വലിച്ച് കെട്ടണത് കേട്ടോ. അപ്പോൾ ഓലയൊക്കെ കുറച്ചൊക്കെ ഞാൻ വലിച്ച് കെട്ടി. പിന്നെ ഞാൻ പറമ്പിൽ പോയിട്ട് ഈ കൊതമ്പുണ്ടല്ലോ, ഈ വഞ്ചി പോലെയൊക്കെ കാണും നമ്മൾ ഈ കൊതമ്പ്. അതിനെ ഞാൻ ചില പിള്ളേരോട് പറയാം എടുക്കാനായിട്ട്. ഇതെടുത്തിട്ട് വരുമോ പറമ്പിൽ എന്ന് പറയുമ്പോൾ വഞ്ചി പോലെ കാണുന്ന സാധനമല്ലേ, അത് എടുത്തിട്ട് വരാൻ പറയാറുണ്ട് കേട്ടോ. ഇതും വളരെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് തീ കത്തിക്കാൻ പെട്ടെന്ന് തീ കത്തും കേട്ടോ. ഇത് നമുക്ക് 2 ഓലക്കൊടി ഇത് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തീ പിടിക്കുകയും. ഒന്നാമത് പുകയില്ലാത്ത അടുപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ പുകയില്ലാത്ത അടുപ്പ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ആണെന്ന് വെച്ചാൽ ഒന്ന് ചൂടായി വന്നാൽ മാത്രമേ നല്ല പോലെ തീ കത്തുള്ളൂ. അപ്പോൾ ഈ ചൂടായി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലത്തെ കൊതമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ വേഗം തീ പിടിക്കുകയും. ഇപ്പോഴാണ് മണ്ണെണ്ണയൊക്കെ കിട്ടി തുടങ്ങിയത്. അതുവരെ മണ്ണെണ്ണ പോലും ഉണ്ടാവാറില്ല. അപ്പോൾ കൊതമ്പും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തീ പിടിക്കുകയും. അപ്പോൾ അങ്ങനെ കൊതമ്പും കാര്യങ്ങളൊക്കെ ശേഖരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തന്നെ എനിക്ക് പട്ട വെട്ടാനോ ഒന്നിനും അറിയണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ആകെ കൂടി ഒരു തെങ്ങും കട ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പട്ട വെട്ടാനും ഒരുവിധം ഓലക്കൊടിയും മടൽ വെട്ടാനും ഒക്കെ എക്സ്പീരിയൻസ് ആയി കേട്ടോ. അപ്പോൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് സാഹചര്യങ്ങളിലൂടെ നമ്മളതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. 1 ഇയർ ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഒരു പുതിയ മാരേജിലേക്ക് കിടന്നപ്പോൾ എങ്ങനെയായിരിക്കും പുതിയ മാരേജ്, ഒരു 1 ഇയർ സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെന്നെ വിളിക്കുക കേട്ടോ. മോൾ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മാമ്മയുണ്ട്, അമ്മാമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മമ്മ അവളെ കൊണ്ടുപോയിട്ടാണ്. അപ്പോഴേക്കും ഞാൻ കൊതമ്പും കാര്യങ്ങളൊക്കെ
കെട്ടി വെച്ചു. എന്തായാലും ഇനി അതൊക്കെ ഇവിടെ ഇടാൻ പറ്റില്ല, അതൊക്കെ മേലേക്ക് കയറ്റി കൊണ്ടിടണം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മഴ പെയ്താൽ അത് വളരെ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വെച്ച് അപ്പോൾ എന്തായാലും അത് മുകളിലേക്കൊക്കെ കയറ്റി വിട്ടാം. അപ്പോൾ അങ്ങനെ ഓലക്കൊടിയും കൊതമ്പും ഒക്കെ ഞാൻ മുകളിലേക്ക് കയറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊല്ലത്തെ സ്ട്രഗ്ലിങ് ഉണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചു ഒന്നെങ്കിൽ അടിച്ച് പിരിയും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ്. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മളിതിൽ നിന്ന് സെറ്റായി പോകും, നമ്മുടെ കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നും. പിന്നെ എനിക്ക് അത് കുഴപ്പമായി തോന്നില്ല, നല്ലൊരു അധ്വാനമായിട്ട് തോന്നി. അങ്ങനെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ്. നമ്മളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണു, അപ്പോൾ അവർ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണു. അപ്പോൾ ഞാനൊക്കെ കുറേ കുറവുകളുള്ള ആളാണ് കേട്ടോ. ഒരിക്കലും നല്ല എന്ന് പറയുക ഒക്കെ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒക്കെ പഠിച്ചതൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറവുകളുള്ള കാരണം കൊണ്ട് തന്നെ അവർക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുമല്ലോ. എന്നാലും ഞാൻ പഠിച്ചതും ചെയ്തതൊക്കെ അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളിലൂടെയും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് എനിക്കിപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി. ഇന്ന് അവർക്കൊക്കെ വയസ്സായി, അപ്പോൾ എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാപ്തിയായി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു കിട്ടാം. പിന്നെ ഇപ്പോൾ ചകിരി ഉണ്ടായിരുന്നു, അപ്പോൾ മഴയൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചകിരിയും അതും മേലേക്ക് കയറ്റണം. അങ്ങനെ ചകിരി ചാക്കിലാക്കുമ്പോൾ മോള് എനിക്ക് വന്നു. അപ്പോൾ മോള് ചകിരിയൊക്കെ ചാക്കിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊക്കെ വളരെ ഹാപ്പിയാണ്. എനിക്കത് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോഴൊക്കെ. അപ്പോൾ അപ്പോഴാണ് മോൻ സൈക്കിൾ കൊണ്ടുപോയി. നമ്മൾ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനും അത് ചെയ്ത് തീർക്കാനും ഭയങ്കര ആഗ്രഹമുള്ളതാണ് കേട്ടോ എനിക്ക്. അതിൻ്റെ ഇടയിൽ പിന്നെ വേറൊരു വർക്ക് പറഞ്ഞാലും ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അത് മുഴുവനാക്കി കഴിഞ്ഞാലൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഇതിന് ഓടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കിൽ ചകിരിയും കാര്യങ്ങളൊക്കെ മേലെ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടിടാനാണ് ഞാൻ പോണേ. അപ്പോൾ മോള് അവിടെ ഉണ്ട്. അപ്പോൾ മോളെ കയറ്റാൻ ഇഷ്ടമില്ലേ, അമ്മാമ്മ നോക്കിക്കോളും, വാതിലടച്ചിടും കേട്ടോ. അങ്ങനെ അതും മുകളിൽ കൊണ്ടുപോയി കയറ്റും കേട്ടോ. അപ്പോൾ കയറ്റി, അപ്പോൾ മോൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് അവിടെ ചകിരിയും കാര്യങ്ങളൊക്കെ കൊണ്ടിടുക. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മോനോട് ഒന്ന് വീഡിയോ പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പിടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഹാപ്പിയാണ്. ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പാട്, അതിന് സാഹചര്യം അനുസരിച്ച് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ജീവിതം വളരെ ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ ഞാനിപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വിറകൊക്കെ ഞാനാണ് കേട്ടോ കയറ്റിയത്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതിനെ പറ്റും. ഇത്രയധികം വിറക് കയറ്റാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, മുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റാനൊക്കെ. എന്നാലും അതൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് പ്രാപ്തിയായി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു നിമിഷത്തിന് ഞാൻ വിചാരിച്ചല്ല, നമുക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അത് ആ നിമിഷം നമുക്ക് ഉണ്ടെങ്കിൽ അത് ആ നിമിഷത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിക്കോളും എന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ നിമിഷം ഒന്ന് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്തായാലും ഫുള്ളി എനർജറ്റിക്കായിട്ട് നല്ലൊരു നിമിഷമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സമയം ആ നിമിഷവും കഴിഞ്ഞ അവിടെ നിന്നുള്ള ഒരു സിറ്റുവേഷൻ അത് വരും. അത് നമുക്ക് അതിജീവിച്ച് ആ ഒരു മണിക്കൂറുകൾ നമ്മളോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം സക്സസ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ, സീ യു.